ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ വെറുക്കുകയും അവിടുന്ന് വലിയ താക്കീത് നൽകുകയും ചെയ്തിട്ടുള്ള ഒരു പാപമാണ് കളവ് പറയുക എന്നത്. തമാശക്ക് പോലും കളവ് പറയുന്നതിനെ പരിശുദ്ധ ഇസ്ലാം നഖശിഖാന്തം എതിർത്തിട്ടുണ്ട്. അതുവഴി ഒരു വിശ്വാസി അല്ലാതാവുകയും കളവെന്ന തിന്മ ഒരാളിലുണ്ടെങ്കിൽ അവൻ കപട വിശ്വാസിയാണെന്നുമൊക്കെ വളരെ ശക്തമായി തന്നെ പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അടിസ്ഥാനത്തിൽ കളവ് നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ പല രീതിയിൽ കടന്നു വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടൊക്കെ ഒരു വ്യക്തി മറ്റൊരാളോട് കളവ് പറഞ്ഞാൽ അത് ആ ഒരാളോട് മാത്രം പറയുന്ന കളവായി മാറിയിരുന്നുവെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയുടെയൊക്കെ കടന്നുവരവോടുകൂടി ഒരൊറ്റ ഫോർവേഡിൽ 250 ആളുകൾ അംഗമായ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മളൊരു കളവ് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ആ 250 ആളോട് നമ്മൾ കളവ് പറഞ്ഞ ഗൗരവമായ വ്യാപ്തിയിലേക്കാണ് കടന്നു ചെല്ലുന്നത്.